ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, പഠിതാക്കളെ, ഇത് ദർശനമാലയിലെ നാലാമധ്യായമായ മായാദർശനത്തിലെ 10ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് എന്ന് പറയാൻ പോകുന്നത്. ശ്ലോകം: കരോതീതി പ്രകർഷേണ പ്രകൃത്യൈവ ഗുണാൻ പൃഥക് നിഗദ്യതേസൗ പ്രകൃതി ഇതീഹ ത്രിഗുണാത്മിക. ഒന്നുകൂടി: കരോതീതി പ്രകർഷേണ പ്രകൃത്യൈവ ഗുണാൻ പൃഥക് നിഗദ്യതേസൗ പ്രകൃതി ഇതീഹ ത്രിഗുണാത്മിക. ത്രിഗുണാത്മിക പ്രകൃതി പ്രകൃത്യാ ഏവ പ്രകർഷേണ ഇഹ ഗുണാൻ പൃഥക് കരോതി അസൗ പ്രകൃതി മായ പ്രകൃതി ഇതി നിഗദ്യത്തെ. ത്രിഗുണാത്മികയായിരിക്കുന്ന പ്രകൃതിയിൽ അടങ്ങുന്ന ഗുണങ്ങളെ വേണ്ട വിധം വേർതിരിച്ച് അവയുടെ സ്വഭാവമനുസരിച്ച് പ്രവർത്തിപ്പിക്കുന്ന മായയെ പ്രകൃതി എന്ന് പറയുന്നു. പ്രകർഷേണ കൃതിയാണ് പ്രകൃതി. അതായത് മായയുടെ മറ്റു രൂപങ്ങൾ ഓരോ വിധത്തിൽ പ്രപഞ്ചത്തെ ഉണ്ടാക്കി കാണിക്കുമ്പോൾ പ്രകൃതി പ്രപഞ്ചത്തെ കർമ്മോന്മുഖമാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്നത് പ്രകൃതിയാണ്. പ്രപഞ്ചത്തെ സദാ പുതുമയുള്ളതാക്കി തീർക്കുന്നത് പ്രകൃതിയാണ്. ജഗത്തിനെ സദാ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒന്നാകുന്നത് പ്രകൃതിയാണ്. ജഗത്തിൽ നടക്കുന്ന സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ, അവയ്ക്കുള്ള കാരണം പ്രകൃതിയാണ്. പ്രകൃതിയിൽ അടങ്ങുന്ന ഗുണത്രയങ്ങളെയാണ് സർവവിധ പ്രവർത്തനങ്ങൾക്ക് മൂലം കാരണമായി പറയുന്നത്. ഈ ഗുണത്രയങ്ങൾ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം ഇവയാണ്. ജഗത്തിനെ നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്നത് അഥവാ പുതുമയോടെ നിലനിർത്തുന്നത് ജഗത്തിൽ നിരന്തരം നടക്കുന്ന സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളാണ്. ഇവിടെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ എന്ന് പറഞ്ഞത് നാമരൂപങ്ങളുടെ ജനനം, നിലനിൽപ്പ്, നാശം ഇവയാണ്. പഴയവ നശിക്കുകയും പുതിയവ ജനിക്കുകയും ചെയ്യുന്ന പ്രക്രിയ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നതിനാലാണ് ജഗത്ത് സദാ പുതുമയുള്ളതായി കാണപ്പെടുന്നത്. മാത്രവുമല്ല, സർവ്വതും സദാ ചഞ്ചലപ്രായമായും പരിവർത്തനങ്ങളോട് കൂടിയതായും കാണപ്പെടുന്നു. അങ്ങനെ നടക്കുന്ന ജഗത്തിൻ്റെ ചലനത്തെ ആധാരമാക്കിയാണ് സമയം അഥവാ ഭൂതം, വർത്തമാനം, ഭാവി എന്നീ കാലങ്ങളും ഗണിക്കപ്പെടുന്നത്. അതായത് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളും കാലവും എല്ലാം പ്രകൃതിയിൽ അടങ്ങുന്ന ത്രിഗുണങ്ങളുടെ പ്രവർത്തനത്തിലൂടെയാണ് നടക്കുന്നത്. രജോ ഗുണം സൃഷ്ടിപരവും, സത്വഗുണം സ്ഥിതിപരവും, തമോ ഗുണം സംഹാരപരവുമാണ്. പുരാണങ്ങൾ സൃഷ്ടാവായി പറയുന്ന ബ്രഹ്മാവിനെ രജോമൂർത്തിയായും സർവ്വതിനെയും സംരക്ഷിക്കുന്നവനായ വിഷ്ണുവിനെ സത്വഗുണത്തിൻ്റെ മൂർത്തിയായും സംഹാരമൂർത്തിയായ ശിവനെ തമോമൂർത്തിയായും പറയുന്നു. സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളുടെ വൈവിധ്യത്തിനും ഈ ത്രിഗുണങ്ങൾ കാരണമാകുന്നുണ്ട്. ഏറ്റക്കുറച്ചിലോടുകൂടി ലോകത്തിലുള്ള സർവവസ്തുക്കളിലും ജീവജാലങ്ങളിലും ഈ പറയപ്പെട്ട സത്വരജസ്തമോ ഗുണങ്ങൾ നിലനിൽക്കുന്നതായി കാണാവുന്നതാണ്. ജീവികൾക്ക് അവയുടേതായ പ്രത്യേക സ്വഭാവവും ജീവിതരീതിയും നൽകുന്നതും പ്രകൃതിയുടെ ഈ ത്രിഗുണങ്ങളാണ്. ത്രിഗുണങ്ങൾ മനുഷ്യരിൽ ഉണ്ടാക്കുന്ന സ്വഭാവ വൈചിത്ര്യങ്ങൾ തന്നെ ഇതിന് ഉദാഹരണമാണ്. സത്വാദി ഗുണത്രയങ്ങളുടെ ഏറ്റക്കുറച്ചിലനുസരിച്ച് സത്വഗുണപ്രധാനികളായ മനുഷ്യർ
രജോ ഗുണപ്രധാനികളായ മനുഷ്യർ, തമോ ഗുണികളായ മനുഷ്യർ എന്നിങ്ങനെ തരംതിരിച്ച് അവരുടെ സ്വഭാവവും പ്രവൃത്തികളും എങ്ങനെയെല്ലാം ആയിരിക്കും എന്നും അതിൻ്റെയൊക്കെ ഫലം എന്തായിരിക്കും എന്നും മറ്റും ഭഗവത്ഗീതയിലെ ഗുണത്രയ വിഭാഗയോഗം എന്ന അധ്യായത്തിൽ പറയുന്നുണ്ട്. മാത്രവുമല്ല, ഓരോ വിഭാഗവും ഇഷ്ടപ്പെടുന്ന ആഹാരപദാർത്ഥങ്ങളെപ്പറ്റി പോലും ഗീതയിൽ പറയുന്നുണ്ട്. സത്വഗുണികൾ സുഖവും അറിവും നേടാൻ ശ്രമിക്കുന്നവരും, രജോ ഗുണികൾ സദാ കർമ്മനിരതരായവരും, തമോ ഗുണികൾ മടിയന്മാരും അലസന്മാരും ആയവരും ആണെന്നും പറയുന്നു. അതനുസരിച്ച് ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥ, മധ്യേ തിഷ്ഠതി രാജസ, അധോ ഗച്ഛന്തി താമസ. സത്വഗുണികൾ ഉയർച്ച പ്രാപിക്കുന്നവരും, തമോ ഗുണികൾ അധോഗതിയെ പ്രാപിക്കുന്നവരും, രജോ ഗുണികൾ ഉയർച്ചയും താഴ്ചയും ഇല്ലാതെ നിലനിൽക്കുന്നവരും ആണ് എന്നും പറയുന്നു. അതായത് മനുഷ്യനെ ദേവനാക്കുന്നതും അസുരനാക്കുന്നതും രാക്ഷസനാക്കുന്നതും മനുഷ്യനായി തന്നെ നിലനിർത്തുന്നതും പ്രകൃതിയിലെ സത്വാദി ഗുണങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളെ ആധാരമാക്കിക്കൊണ്ട് ലോകത്തുള്ള സർവ്വതിനെയും സദാ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മായാശക്തിയാണ് പ്രകൃതി. ഇതിൻ്റെയും കാരണവസ്തു ആത്മാവിലുണ്ടായ ജീവാത്മബോധം ആകയാൽ ആത്മജ്ഞാനിക്ക് ഇതും സങ്കല്പകൽപ്പിതവും മിഥ്യയുമാണ്. മായാദർശനം എന്ന ഈ അധ്യായത്തിൽ മായയുടെ വിവിധ രൂപങ്ങളും പ്രവർത്തനങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ നിന്ന് ഉലകേ മായം എന്ന് പറയുന്ന എൻ്റെ പൊരുൾ എന്താണ് എന്ന് മനസ്സിലായി കാണുമല്ലോ. മായാദർശനം ഇവിടെ അവസാനിച്ചു. നാളെ ഭാനദർശനം എന്ന 5-ാം അധ്യായം ആരംഭിക്കുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം.